എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ അറിയപ്പെടാൻ 2 ആൾക്കാരുള്ളൂ. ബാക്കി 9 ആൾക്കാരെയും കൊണ്ടുപോയി. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ. രാത്രി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു കളി, എന്താ പറയുക, ഞങ്ങൾ കളിക്കുന്നത് ഞാൻ ഇപ്പോൾ മീഡിയക്കാരനായിട്ടും എൻ്റെ അനിയത്തി രക്ഷാപ്രവർത്തകയായിട്ടും ടോർച്ചുകളും അതേപോലെ ഫോണുകളൊക്കെ ഇങ്ങനെ മരിപ്പായിട്ടൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. ആംബുലൻസ് വരുന്നത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അറിയിപ്പായിരിക്കും, നമുക്കിത് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു 8:30 വെച്ച് ചോറുണ്ടാക്കി. അങ്ങനെ 8:30 വെച്ച് ചോറുണ്ടാക്കി. ഞങ്ങൾ സ്വാഭാവികമായിട്ട് 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. ഞാൻ ഒരു ഇതിൽ തന്നെ ഞാൻ ചോദിച്ചു, ഉമ്മച്ചി എന്താ ഉരുൾ പൊട്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒപ്പം പോകാനാണോ എന്ന്. അപ്പം ഉമ്മച്ചി പറയുന്നൊരു വാക്കുണ്ട്, പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒപ്പം പോവാലോ, അതല്ലേ കുറച്ചും കൂടി ഇത്. പെട്ടെന്നൊരു കുലുക്കം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞാൻ അങ്ങനെ നീച്ചു. അപ്പം ഞാൻ അങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ചുമരൊക്കെ ഇങ്ങനെ വീഴുക. ഞാൻ ഇങ്ങനെ ഇത് ചുമര് ബാക്കിൽ നിന്ന് ഇടിഞ്ഞ് വന്ന ടൈമിൽ ഞാൻ ബാക്കോട്ട് ധരിച്ചു പോയി. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒന്നും അറിയില്ല. എനിക്ക് ഉരുൾപൊട്ടലാണോ ഒന്നും അറിയുന്നില്ല. ബാക്കിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ ബാക്കോട്ട് തെറിച്ച് പോയത്. അങ്ങനെ ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ തണുത്തിരിക്കുക. വല്യമ്മാനോട് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ വല്യമ്മക്ക് എന്തോ സംഭവിക്കുക, എമ്മ ജീവനുണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പിടിച്ചു നിന്നോളാം, ഈ അവിടെ ഇരുന്നോ. ഫസ്റ്റത്തെ ഉരുൾ പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മലയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ ചുരത്തിലൂടെ ഇങ്ങനെ കടലിറങ്ങി വരില്ലേ, അതേപോലെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. ആ പ്രദേശം ഫുൾ അപ്പം തന്നെ പൊയ്ക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാനും കഴിയില്ല. ഉമ്മാനോട് ഞാൻ വർത്താനം പറഞ്ഞു. ഒരു 10-5 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ പൊട്ടലും വന്നു. അതോടെ എനിക്ക് മനസ്സിലായി, ഓരോ നിലവിളി ശബ്ദമൊക്കെ നിർത്തി. ഞാൻ ആ 4 മണിക്കൂർ അവിടെ ഇരുന്ന് കരയാനുള്ളതൊക്കെ ഞാൻ കരഞ്ഞു തീർത്ത്. ഞാൻ വിചാരിക്കുന്ന ഫാമിലി മൊത്തം പോയിക്കുന്നു. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, കരച്ചിലോടെ ഉമ്മ പറയുക. ഉമ്മ മൂളുന്ന സൗണ്ട് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ ഉമ്മ ഉറക്കെ പറഞ്ഞ്, ഞാനെന്നെ നോക്കും മോനെ. ഉമ്മ എന്നോട് ഉറക്കെ പറഞ്ഞ്, ദൈവം ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടില്ലേ ഓരോരുത്തരും മരണം, എന്താ പറയുക. അങ്ങനെ ഒരു ശക്തി കിട്ടിയ ഞാൻ ആ ജനൽമ പിടിച്ച് ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല, ഉമ്മാനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഞാനൊരു പേർക്കുട്ടിയായിട്ട് ഉമ്മയും കൂടി പോയാൽ ഉമ്മച്ചിൻ്റെ ഫാമിലിൻ്റെ അടിത്തറ മൊത്തം പോയി. ഉപ്പ മുമ്പ് മരിച്ചതാ. ഞാൻ വിചാരിച്ച് കൂട്ടുകാരന്മാരെങ്കിലും ഉണ്ടാവും, അവരിൽ അപ്പോഴത്തേനും ഫുൾ. ഞാൻ വിചാരിച്ച ഓരെങ്കിലും ഉണ്ടാവും. റെഡ് അലേർട്ട് പോലും തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചൂരമലയിലോട്ട് മാറുമായിരുന്നു. ഞാൻ ആ വീടിൻ്റെ മേലെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഫുള്ള് കടലാണ്. ഇപ്പം എനിക്ക് മഴ പെയ്യുമ്പോൾ മഴ കാണുന്നത് തന്നെ പേടിയാണ്.